ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളിന്ന് കുറച്ച് കാന്താരി മുളക് പറിക്കാൻ ഓർത്തു കേട്ടോ. കുറച്ചധികം ഉണ്ട്, അപ്പോൾ ഒന്ന് പറിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീടിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിനിങ്ങനെ കാന്താരി മുളക് പറിച്ചു തുടങ്ങാം കേട്ടോ. കുറേ പഴുത്ത് നിൽപ്പുണ്ട്, കുറേ കയ്യിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം പറിച്ചെടുക്കാമെന്ന് ഓർത്തിട്ടാണ്. കുറേ പഴുത്ത് നിൽപ്പുണ്ട്, അതെല്ലാം പറിച്ചെടുക്കണം. ഒത്തിരി ഇങ്ങനെ ചെടിയിൽ നിൽക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ 2 ദിവസം എനിക്ക് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറിക്കാൻ മെനക്കെട്ടില്ല. വേറെ ചെടിയിൽ എടുക്കുമ്പോൾ ഏകദേശം ഈ ചെടിയിലത് ഏകദേശം എടുത്തിട്ടുണ്ട്. ഏകദേശമല്ല, ഇത് നമുക്കൊരു വെറൈറ്റി മുളകാണ്. അപ്പോൾ ഇത് നമുക്ക് പറിക്കാം. ഞാൻ കാന്താരി മുളകെല്ലാം ആദ്യം പറിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഇതുണ്ട്, ഞാൻ ഒന്ന് പഴുപ്പിക്കാൻ നിർത്തിയതാണ് കേട്ടോ, ഒന്ന് പഴുത്തിട്ട് വിത്തെടുക്കാനായിട്ട്. ഇതൊരു വെറൈറ്റി മുളക് ഉണ്ട്. നമുക്ക് ബാക്കി പറിച്ചിട്ട് വരാം. പച്ചമുളകും 2-3 വെറൈറ്റി ഉണ്ട്. കാന്താരി മുളകിൻ്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഇവിടെ. വെള്ളമുളകുണ്ട്, പിന്നെ നീലമുളകുണ്ട്, ഉണ്ട പോലെ ഇരിക്കുന്ന നീലമുളകില്ലേ, ആ നീല കളറിൽ. അപ്പോൾ അതുണ്ട്. അങ്ങനെ വെറൈറ്റി മുളകുകളിവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇടയ്ക്കിടാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്, ഏതൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ ഒന്ന് പറയണേ. പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മുടെ പറമ്പിൽ. ഇനിയും മുളക് ഞാൻ തൈ വെച്ച് പിടിപ്പിച്ചതായിട്ടുണ്ട്, പിന്നെ പറമ്പിൽ കുറേ ഉണ്ട്. ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.